ശാസ്താംകോട്ട കായൽ ബണ്ട് ഇനി ടൂറിസം ഭൂപടത്തിലേക്ക്. നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. 2 കോടി രൂപ ചിലവഴിച്ചാണ് 1.5 കിലോമീറ്റർ ദൂരത്തിൽ കായൽ തീരസംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി തടാക തീരത്ത് 38 CC ക്യാമറകൾ സ്ഥാപിച്ചു. ബണ്ട് റോഡിൽ തറയോടുകൾ സ്ഥാപിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. ശാസ്താംകോട്ട തടാകത്തിനൊപ്പം തടാക തീരവും ഇനി ടൂറിസം ഭൂപടത്തിൽ ഇടം നേടും. ചുറ്റും കാടുമൂടി സാമൂഹ്യവിരുദ്ധരുടെ വിഹാരകേന്ദ്രമായി മാറിയിരുന്ന കായൽ ബണ്ട് റോഡിന് പുതിയ മുഖം നൽകാൻ മുന്നിട്ടിറങ്ങിയത് പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്താണ്. ടൂറിസം വകുപ്പ്, തൊഴിലുറപ്പ് പദ്ധതി, മുൻ MP K സോമപ്രസാദിന്റെ പ്രാദേശിക വികസന ഫണ്ട് എന്നിവയിൽ നിന്നും 2 കോടി രൂപ വിനിയോഗിച്ചാണ് 1.5 കിലോമീറ്റർ ദൂരത്തിൽ കായൽ തീര സംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി തടാക തീരത്ത് 38 CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ബണ്ട് റോഡിൽ തറയോടുകൾ സ്ഥാപിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. തടാക തീരത്ത് ഔഷധ കൃഷിത്തോട്ടം, കുട്ടികൾക്കും വയോജനങ്ങൾക്കുമായി പാർക്ക്, ഹെറിറ്റേജുകൾ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ടൂറിസം പ്രോജക്റ്റിൽ നമ്മൾ കായൽ സംരക്ഷണം പ്രധാനമായി ഏറ്റെടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കായലിന്റെ ശുദ്ധജല തടാകത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ തന്നെ ഹരിതചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അതിനായി അവിടെ ശുചീകരിക്കുക, കായലിൻ്റെ 1.5 കിലോമീറ്റർ ബണ്ട് ശുചീകരിക്കുകയും ഒരു വശം കയർഹു വസ്ത്രം വിരിച്ച് അവിടെ ഔഷധ ചെടികൾ നടുക, കായലിൻ്റെ ബണ്ട് ഭാഗം നടപ്പാത നന്നായി ചെയ്യുക, ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ആദ്യമായി ടൂറിസം മേഖലയിൽ 1 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിന്റെ പദ്ധതിയിലേക്ക് തൊഴിലുറപ്പിനെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് കാണുന്നത്. തടാക ബണ്ട് റോഡിന്റെ മറ്റു ഭാഗങ്ങൾ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ്. ഇവിടെ കൂടി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചാൽ കൊല്ലത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ പ്രഥമ സ്ഥാനത്തേക്ക് ശാസ്താംകോട്ട കായലെത്തും. ഇതിനായുള്ള കാത്തിരിപ്പിലാണ് പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്ത് നിവാസികൾ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.